നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ 4ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഇൻഡിപെൻഡൻസ് ബ്രാഞ്ചസിനകത്ത് ഇൻകോർപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഇല്ലുസ്ട്രേഷൻ 20 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇൻകോർപ്പറേഷന്റെ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് കണ്ണൂർ ബ്രാഞ്ച് ആസ് ഓൺ 31st December 2040. നമുക്കിവിടെ തന്നിരിക്കുന്നത് കണ്ണൂർ ബ്രാഞ്ചിന്റെ ട്രയൽ ബാലൻസ് ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. ആദ്യം തന്നെ പർച്ചേസസ് തന്നിട്ടുണ്ട് 75,000, സെയിൽസ് 1,40,000, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് 15,000, വേജസ് 5,000, സാലറീസ് 4,000, ക്യാരേജ് ഇൻവേർട്സ് 1,000, ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് 12,000, ക്യാഷ് അറ്റ് ബാങ്ക് 8,000, ഫർണിച്ചർ 20,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 7,000, സൺട്രി ഡെപ്റ്റേഴ്സ് 25,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 13,000, റെന്റ് ആൻഡ് റേറ്റ്സ് 4,000, ബിൽസ് റിസീവബിൾസ് 13,000, ഡിസ്കൗണ്ട് 2,000, ദെൻ ഹെഡ് ഓഫീസ് അക്കൗണ്ട് 10,000 എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് 10,000. അങ്ങനെ ടോട്ടൽ 1,77,000 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ഇങ്ങനെയാണ്: ദ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക് ഷോസ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹14,000. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചു. ആ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് 14,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഹെഡ് ഓഫീസിന്റെ ബാലൻസും അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ബാലൻസും ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസും സാധാരണഗതിയിൽ ഈക്വൽ ആണ് വരേണ്ടത്. രണ്ടും ഒരേ എമൗണ്ട് ആണ് വരേണ്ടത്. പക്ഷേ ചില കേസിൽ ഡിഫറൻസ് വരാം. അത് എന്ത് കാരണം കൊണ്ടായിരിക്കാം? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റോ കാരണം എന്തുണ്ടാവാം? ഡിഫറൻസ് വരാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ ബാലൻസ് 10,000 രൂപ നമുക്ക് ട്രയൽ ബാലൻസിലെ ലാസ്റ്റ് ഐറ്റം ആയിട്ട് തന്നിട്ടുണ്ട്. കണ്ടോ, ഹെഡ് ഓഫീസ് അക്കൗണ്ട് 10,000. അതേപോലെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് 14,000 ആണ് നമുക്ക് ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവർ തമ്മിൽ, അതായത് ഈ അക്കൗണ്ടുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എത്ര രൂപയാണ്? 4,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒന്നുകിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രണ്ടും സംഭവിക്കാം. ഇനി ബാക്കി നോക്കിയേ. It is found that goods consisting 3,000 sent by head office on 24th December has been received by branch only on 5th January 2014. അപ്പൊ എന്തുണ്ട്? ഒരു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ 14,000, അതായത് 10,000 14,000, അതായത് 4,000 രൂപ ഡിഫറൻസ് വന്നത് പറയുന്നുണ്ട്. ഇവിടെ ഹെഡ് ഓഫീസ് 3,000 രൂപയുടെ ഗുഡ്സ് 24 ഡിസംബറിൽ അയച്ചത് ബ്രാഞ്ചിൽ എത്തിയത് എന്നാണ്? ജനുവരി 5-നാണ്. അതായത് പിറ്റേ വർഷം, അതായത് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എത്തിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡ് ഓഫീസ് എന്ത് ചെയ്ത് കാണും? ഈ 3,000 എൻ്റർ ചെയ്തു, ബ്രാഞ്ചിൽ ഇത് എൻ്റർ ചെയ്തില്ല. ഇനി എത്ര ഉള്ളത്? ഒരു 1,000 ഡിഫറൻസ് ഉണ്ട്. അത് നോക്കിയാൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൾസോ നോട്ടീസ്ഡ് ദാറ്റ് ചെക്ക് ഓഫ് 1,000 സെൻഡ് ബൈ ബ്രാഞ്ച് ഇൻ ഡിസംബർ ഈസ് റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഓൺലി ഇൻ ജാനുവരി. അതേപോലെ തന്നെ ഇവിടെ ചെക്ക് 1,000 രൂപയുടെ ചെക്ക് ബ്രാഞ്ച് അയച്ചത് ഡിസംബറിലാണ്, പക്ഷെ ഹെഡ് ഓഫീസിന് കിട്ടിയത് ജനുവരിയിലാണ്. അപ്പൊ അവിടെ വീണ്ടും എന്തുണ്ടായി? ഒരു 1,000 ഡിഫറൻസ് കൂടെ വന്നു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 4,000 രൂപയുടെ ഡിഫറൻസ് വന്നത്. അപ്പൊ 3,000 എന്ന് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്, 1,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പൊ ഈ 4,000 എന്ന് പറയുന്നത് ഈ രണ്ട് ഐറ്റംസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ഇവിടെ ബ്രാഞ്ച് ഫർണിച്ചർ ഉണ്ട്, അതിന് 10% ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 800 രൂപ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ബ്രാഞ്ചിലെ ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നു 22,000. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യണം? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഇൻകോർപ്പറേഷൻ എൻട്രി എഴുതണം. അതിനുശേഷം ബ്രാഞ്ച് അക്കൗണ്ടും വരയ്ക്കണം. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ആ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇൻകോർപ്പറേഷൻ ആണ് കേട്ടോ. ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ടിലോട്ടാണ് ഈ ഐറ്റംസ് എല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ടു ബ്രാഞ്ച് അക്കൗണ്ട്.
ഇതെല്ലാം അതായത് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം എല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റണം. ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് എന്തൊക്കെയാണ് നോക്ക്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ഫസ്റ്റ് വരേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 7000 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് 7000. ഓക്കെ, ഇനി അടുത്ത ട്രേഡിംഗ് അക്കൗണ്ട് രണ്ടാമതായിട്ട് വരേണ്ട ഐറ്റം എന്താണ്? പർച്ചേസസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പർച്ചേസസ് തന്നിട്ടുണ്ട് 75000. ദെൻ അടുത്ത എന്താണ് വരുന്നത്? ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് അല്ലേ. ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് വന്നാൽ അത് നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എഴുതുക ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. എമൗണ്ട് എത്രയാണ്? 15000. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി എക്സ്പെൻസസ് ആയിട്ട് പറഞ്ഞാൽ വേജസ് ഉണ്ട് അല്ലേ. വേജസ് എഴുതാം. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. വേജസ് എത്രയാണ്? എമൗണ്ട് 5000. ഇനി സാലറീസ് ഇവിടെ വരില്ല. ഇനിയുള്ള എന്താണ്? ക്യാരേജ് ഇൻവേർഡ്സ്. അപ്പം ക്യാരേജ് എന്ന് മാത്രം പറയുകയോ ക്യാരേജ് ഇൻ എന്നോ ക്യാരേജ് ഇൻവേർഡ്സ് എന്നോ ക്യാരേജ് ഓൺ പർച്ചേസ് എന്നോ ഒക്കെ പറഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരേണ്ടത്. ക്യാരേജ് ഓൺ സെയിൽ എന്നോ ക്യാരേജ് ഔട്ട്വേർഡ് എന്നോ പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം കാണിക്കാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാരേജ് ഇൻവേർഡ്സ് എന്നാണ്. നമുക്ക് എഴുതാം ക്യാരേജ് ഇൻവേർഡ്സ്. എമൗണ്ട് എത്രയാണ്? 1000. ഇത് നോക്കിയേ. ഇനിയുള്ളത് ക്യാഷ് അറ്റ് ബാങ്ക്. ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് ഉണ്ട്. അപ്പോൾ അത് എവിടെ പോകേണ്ട ഐറ്റം ആയിരിക്കും? ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റം ആണ്. ക്രെഡിറ്റ് സൈഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ട്. കാരണം ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. അപ്പോൾ നോക്കിയേ, ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ എല്ലാം ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാം നമ്മുടെ സ്റ്റോക്കിനെ കൂട്ടുന്നതായിട്ടാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിൽ നിന്നും മിച്ചമുണ്ടായ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. കൂടാതെ ഈ വർഷം നമ്മൾ 75000 രൂപയുടെ സ്റ്റോക്ക് വീണ്ടും വാങ്ങി. പിന്നെ ഹെഡ് ഓഫീസിൽ നിന്നും കുറച്ച് ഗുഡ്സ് വന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? സ്റ്റോക്കിനെ കൂട്ടുന്നതായിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗുഡ്സ് ഹെഡ് ഓഫീസിലോട്ട് അയച്ചു എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കുറയും. അപ്പൊ അതെവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. എമൗണ്ട് എത്രയാണ്? 12000. ഇനി അടുത്ത് എന്താ കാണിക്കേണ്ടത്? സെയിൽസ്. സെയിൽ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഇൻകം ആണല്ലോ. സെയിൽസ് എമൗണ്ട് 1,40,000. ഇനി അടുത്ത് എന്താ ഉള്ളത്? ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് നമുക്ക് എങ്ങനെ തന്നിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 22,000. നമ്മുടെ സാധാ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് വരയ്ക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പിന്നെ പർച്ചേസസ്, പിന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് വന്നത്, ദെൻ വേജസ്, ക്യാരേജ് ഇൻവേർഡ്സ്. ഇത് രണ്ടും ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണ്? ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്, ദെൻ സെയിൽസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ എത്ര വരും? 1,74,000. 1,74,000. അതിൽ നിന്നും ഡെബിറ്റ് എമൗണ്ട് എല്ലാം കുറയ്ക്കുമ്പം 71,000 ആണ് നമുക്ക് കിട്ടുന്ന ഡിഫറൻസ്. അതെന്തായിരിക്കും? പ്രോഫിറ്റ് ആണ് അല്ലെ. ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് സൈഡ്, അതായത് ഇൻകം കൂടി എക്സ്പെൻഡിച്ചർ കുറഞ്ഞതുകൊണ്ട് കിട്ടിയത് പ്രോഫിറ്റ് ആണ്. ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മളുടെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമുക്കിനി ബ്രോഡ് ഓൺ ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് നോക്കിയേ, നമ്മുടെ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യാരി ഡൗൺ ചെയ്തു. ഇനി നമുക്കത് ബ്രോഡ് ഓൺ ചെയ്യാം. ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ, അതായത് ക്രെഡിറ്റിൽ വന്ന ഐറ്റം ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡെബിറ്റ് വരും. അപ്പം എങ്ങനെ എഴുതേണ്ടത്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വേണം എഴുതാൻ. കാരണം ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ബ്രോഡ് ഓൺ ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എന്ന് എഴുതിക്കോ. എമൗണ്ട് എത്രയായിരുന്നു? 71,000. ഇപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റി? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ബ്രോഡ് ഓൺ ചെയ്തു. അപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എഴുതുന്നത്, സെപ്പറേറ്റ് വരയ്ക്കേണ്ട, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഇനി നമുക്ക് നോക്കാം ബാക്കി എക്സ്പെൻസസ് എന്തെങ്കിലുമൊക്കെ എടുക്കണം. പർച്ചേസസ് നമ്മൾ എടുത്തു, ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു, സെയിൽസ്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, വേജസ് എടുത്തു. ഇനി നോക്കിയാൽ സാലറി. സാലറി എത്രയാണ്? 4,000. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതണം.
ഇവിടെ എന്തുകൊണ്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതാത്തത്? ഞാൻ തിയറിയിൽ പറഞ്ഞിരുന്നു, ഗ്രോസ് പ്രോഫിറ്റ് ആയാലും ശരി, ഗ്രോസ് ലോസ് ആയാലും ശരി, ബ്രാഞ്ച് അക്കൗണ്ടിൽ പോവില്ല. എങ്ങോട്ടേ പോകത്തുള്ളൂ? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതാത്തത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം എന്താണ്? സാലറി. നമ്മൾ എപ്പോഴും എക്സ്പെൻസ് എഴുതുമ്പം ആ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ടോ നോക്കണം. അപ്പൊ ഇവിടെ സാലറി 4000 എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു ഒരു 800 രൂപ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. എന്താ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഒരു 800 രൂപ കൂടി സാലറി കൊടുക്കേണ്ടതാണ്, നമ്മൾ കൊടുത്തില്ല. അപ്പൊ ഈ വർഷത്തെയാണ് അല്ലെ, കൊടുക്കാനുള്ളത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെയാണ്, അതുകൊണ്ട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സാലറി 4000 എഴുതിയിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 800. ടോട്ടൽ 4800 വേണം ഔട്ടർ കോളത്തിൽ കാണിക്കാൻ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ, അതായത് ഈ വർഷം കൊടുക്കേണ്ട സാലറി നമ്മൾ കൊടുത്തില്ല, അപ്പൊ ഈ വർഷത്തെ ആയതുകൊണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിലും ഈ വർഷം തന്നെ അത് കാണിക്കണം, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ, ക്യാരേജ് ഇൻവേർട്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തതാണ്. ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസും എടുത്തതാണ്. ക്യാഷ് അറ്റ് ബാങ്ക് അതെന്താണ്? അസറ്റ് ആണ്. നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു അസറ്റും ലൈബിലിറ്റീസും എല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഫർണിച്ചർ, ഓപ്പണിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഇതെല്ലാം എവിടെയാണ്? നമ്മളുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഇനി നോക്കിയേ, റെന്റ് ആൻഡ് റേറ്റ്സ് 4000 അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. റെന്റ് ആൻഡ് റേറ്റ്സ് എമൗണ്ട് എത്രയാണ്? 4000. ഓക്കെ, അടുത്ത എന്താണ്? ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്, ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അടുത്ത ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിരിക്കുന്നത് എവിടെയാണ്? ക്രെഡിറ്റിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അത് നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. അപ്പൊ അവിടെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതണം. എന്നിട്ട് ഡിസ്കൗണ്ട് 2000. ഇനി ട്രയൽ ബാലൻസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ അല്ലെ. ഒരു ഫർണിച്ചർ ഉണ്ട്, അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോണം ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നാൽ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കണം. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കാണിക്കേണ്ടതായിട്ടാണ്. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലെ. എത്രയാണ്? 10%. ഇപ്പൊ എന്തിനാണ് 10% ഡിപ്രീസിയേഷൻ? ഫർണിച്ചറിന്. അപ്പൊ ഇവിടെ ഫർണിച്ചർ എത്താണ്? 20000 ആണ്. 20000ന്റെ 10% എന്ന് പറയുമ്പോൾ 2000 രൂപയാണ്. അപ്പൊ നമുക്ക് എഴുതാം ഡിപ്രീസിയേഷൻ എമൗണ്ട് 2000. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്? എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്തു. അപ്പൊ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ബ്രോഡ് ഓൺ ചെയ്തതുകൊണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതി 71000. പിന്നെ നമുക്കിവിടെ ആകെ ഒറ്റ ഇൻകമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് വേണം ഡിസ്കൗണ്ട് കാണിക്കാൻ. ഇനി എക്സ്പെൻസസ് എന്തൊക്കെയാ? അതും ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് സാലറി, അതിലൂടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു കൂട്ടണം. പിന്നെ റെന്റ് ആൻഡ് റേറ്റ്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് അല്ലേ, 73000. അതിൽ നിന്നും ഈ ഐറ്റം എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 62200. നമ്മുടെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആയാലും ശരി, നെറ്റ് ലോസ് ആയാലും അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് വേണം പോകാൻ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് നമുക്ക് എഴുതാം നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ജേണൽ എൻട്രി ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളിവിടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും എല്ലാ ഐറ്റംസ്, അതായത് നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും, അതുപോലെ തന്നെ എല്ലാ അസറ്റും ലയബിലിറ്റീസും എല്ലാം നമുക്ക് എങ്ങോട്ട് മാറ്റണം? ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കിനി ഇൻകോർപ്പറേഷന്റെ എൻട്രീസ് ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. ആ ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഐറ്റംസ് എല്ലാം എഴുതിയപ്പം ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പൊ അവിടെ തന്നെ എൻട്രി എന്താണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്നാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ്, അതായത് ഇൻകോർപ്പറേഷന്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്.
എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റംസ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് എടുക്കരുത്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എൻട്രി എന്താണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. എമൗണ്ട് എത്രയാണ്? 1,03,000 രൂപയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എമൗണ്ട് എഴുതാം 1,03,000. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഇനി അപ്പൊ നമ്മൾ നറേഷൻ എഴുതിക്കോണം. നറേഷൻ എന്താ? നമുക്ക് എഴുതാം ബീയിങ് ഇൻകോർപ്പറേഷൻ എൻട്രി ഫോർ ദ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഐറ്റം എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കിയേ, ഇതേപോലെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം നമ്മൾ എങ്ങോട്ട് മാറ്റണം? ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ അവിടെയും ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചപ്പം ക്രെഡിറ്റ് സൈഡിലും ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടാണ് ഐറ്റംസ് എഴുതിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എൻട്രി വരും. അപ്പൊ നമുക്ക് എഴുതാം ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ അവിടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കൂട്ടുമ്പം 1,74,000 വരും. 1,74,000. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഓക്കെ, ഇനി എന്താ ഉള്ളത്? നമ്മുടെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റി? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അതിന്റെ എൻട്രി നമുക്ക് എഴുതാം. അപ്പൊ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് എത്ര ആയിരുന്നു? 71,000. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ് 71,000. ഓക്കെ, അപ്പം ബ്രാഞ്ച് അക്കൗണ്ടുമായിട്ടുള്ള 3 എൻട്രീസ് കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻട്രീസ് നോക്കിയേ. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം എല്ലാം നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് പോകണം. അപ്പൊ അവിടെ ഇതുപോലെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഐറ്റം എല്ലാം എഴുതിയത്. അപ്പൊ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരും. അപ്പൊ എഴുതണം ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് അവിടെയും നെറ്റ് പ്രോഫിറ്റ് ഒഴിച്ച് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ബാക്കി ഐറ്റം എല്ലാം കൂടെ കൂട്ടണം. അതായത് സാലറി 4,800, റെന്റ് ആൻഡ് റേറ്റ്സ് 4,000, ഡിപ്രീസിയേഷൻ 2,000. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,800 ആണ്. അത് വേണം നമ്മൾ എഴുതാൻ. ഇനി അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് എഴുതരുത്. അതല്ലാതെ ക്രെഡിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് മാത്രമാണ്. അപ്പൊ അതിന്റെ എൻട്രി എഴുതണം. എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 2,000. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് അതിന്റെ എൻട്രി എഴുതാം. എൻട്രി ഇങ്ങനെയാണ്: ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്രയായിരുന്നു നമ്മുടെ പ്രോഫിറ്റ്? 62,200. 62,200. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ട്രയൽ ബാലൻസിൽ കുറെ അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് നമുക്കിനി നോക്കാം. അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് അസറ്റുകളെല്ലാം മാറ്റണം. അപ്പൊ അസറ്റ് മാറ്റുമ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് വേണം എഴുതാൻ. ഇവിടെ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ എന്നല്ല എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെയാണോ അസറ്റുകൾ അതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് മാറ്റണം. അപ്പൊ നോക്കിയേ, ഇവിടെ എന്തൊക്കെ അസറ്റ് ഉണ്ട് നോക്കിയേ. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒന്ന് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബ്രാഞ്ച്. അപ്പൊ നമുക്കറിയാം അസറ്റ് ആണല്ലോ, അസറ്റ് ആവുമ്പം അസറ്റ് എല്ലാം ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബ്രാഞ്ച് ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി അടുത്ത അസറ്റ് ഏതാണ്? ഫർണിച്ചർ. അപ്പൊ അതെങ്ങനെ എഴുതാം? ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇനി ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല നമ്മൾ എടുക്കേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. എത്രയാണ് എമൗണ്ട്? 22,000. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഏതാ ഉള്ളത്? ബ്രാഞ്ച് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബ്രാഞ്ച് സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇനി അസറ്റ് ഏതാ ഉള്ളത്? ബിൽസ് റിസീവബിൾ. ബ്രാഞ്ച് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്.
അപ്പോൾ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന അസറ്റുകളാണ്. അസറ്റുകളെല്ലാം ഡെബിറ്റ്, അതായത് നമുക്കറിയാം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബ്രാഞ്ച് ക്യാഷ് അറ്റ് ബാങ്ക് ഡെറ്റ്, ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് സ്റ്റോക്ക്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എടുക്കേണ്ടത്. ദെൻ ബ്രാഞ്ച് സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റ് ടു ബ്രാഞ്ച്. അപ്പോൾ നമുക്കിനി എമൗണ്ട് എഴുതാം. ആദ്യം തന്നെ ബ്രാഞ്ച് ക്യാഷ് അറ്റ് ബാങ്ക്, എമൗണ്ട് എത്രയാണ്? 8000. അടുത്ത എന്താണ്? ബ്രാഞ്ച് ഫർണിച്ചർ, ഫർണിച്ചറിന്റെ എമൗണ്ട് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? ഫർണിച്ചറിന്റെ എമൗണ്ട് 20,000 ആണ് തന്നിരിക്കുന്നത്. നമ്മളിവിടെ 20,000 എടുക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം നമ്മളിവിടെ ഡിപ്രീസിയേഷൻ 2,000 രൂപ നമ്മുടെ എന്താണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫർണിച്ചറിൽ നിന്ന് 2,000 കുറയും. അപ്പോൾ എമൗണ്ട് എത്രയേ വരൂ? 18,000 വരുള്ളൂ. അത് മറക്കരുത്, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടേ എഴുതുള്ളൂ. ഇനി അടുത്ത് എന്താ വന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് എന്നുകൊണ്ട് വരേണ്ടത് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. എമൗണ്ട് എത്രയാണ്? 22,000. ഇനി അടുത്ത് എന്താണ്? ബ്രാഞ്ച് സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാണ്? 25,000. പിന്നെയുള്ള എന്താണ്? ബ്രാഞ്ച് ബിൽസ് റിസീവബിൾ എത്രയാണ്? 13,000. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എമൗണ്ട് എത്ര വരും? 86,000 രൂപ ബ്രാഞ്ച് അക്കൗണ്ട് നേരെ എഴുതണം. അപ്പൊ ഇതെന്താണ്? ഇൻകോർപ്പറേഷൻ എൻട്രി ഫോർ ബ്രാഞ്ച് അസറ്റ്. ഇനി എന്താണ്? ലയബിലിറ്റീസ് ആണ്. ഇവിടെ ലയബിലിറ്റീസ് നോക്കിക്കേ, നമുക്കിവിടെ ആകെ സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ട്രയൽ ബാലൻസിൽ ലയബിലിറ്റി തന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു സാലറി ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഒരു എക്സ്പെൻസ് അത് ആ വർഷം കൊടുക്കേണ്ട ഒരു ചെലവ് നമ്മൾ ആ വർഷം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ എപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നാൽ അത് ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു 800 രൂപയുടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലയബിലിറ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. നമുക്ക് എമൗണ്ട് എഴുതാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 13,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 800, അങ്ങനെ ടോട്ടൽ 13,800 ആണ് എവിടെ വരുന്നത്? നമ്മളുടെ ലയബിലിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ എഴുതണം. എന്താണ്? ഞാനിവിടെ പറഞ്ഞിരുന്നു, ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും തമ്മിൽ 4,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ 4,000 രൂപയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 3,000, ഒരു ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 1,000 കൂടെ വന്നതുകൊണ്ടാണ് ഇവിടെ 4,000 ഡിഫറൻസ് വന്നത്. അപ്പൊ അതിന്റെ എൻട്രി കൂടി നമുക്ക് എഴുതുമ്പോൾ നമ്മുടെ ഇൻകോർപ്പറേഷൻ എൻട്രി കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്കിനി ആ എൻട്രി കൂടി എഴുതാം. അപ്പൊ നമുക്കിനി ആ ഒരു ഇൻകോർപ്പറേഷന്റെ എൻട്രി എഴുതാം. അപ്പൊ ഇൻകോർപ്പറേഷൻ എന്തൊക്കെയാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അപ്പൊ നമുക്ക് എഴുതാം ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് ഇവിടെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്? 1000. ഇനിയുള്ള എന്താണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 3000 ടു എവിടെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട്. ടോട്ടൽ എത്രയാണ്? 4000. അപ്പൊ ഇത്രയും കൂടെ ആയപ്പോൾ നമ്മളുടെ ഇൻകോർപ്പറേഷൻ എൻട്രീസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് എന്ത് വരയ്ക്കണം? ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. നമുക്കിനി എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്നത് നോക്കാം. അപ്പം ഈ എൻട്രി എഴുതി കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് എൻട്രി എന്താണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്നല്ലേ? അപ്പൊ ബ്രാഞ്ചിൽ എങ്ങനെ വരും? ബൈ ബ്രാഞ്ച് ട്രേഡിംഗ് എന്ന് വരും. അപ്പം ഈ എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ നമുക്കിനി ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. അപ്പൊ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണ്? 14,000 രൂപ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ഇവിടെ എന്താണ് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിൽ തന്നെ എന്റെ ബാലൻസ് കാണിക്കണം. അപ്പൊ ബാലൻസ് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ബ്രോ ഡൗൺ. എമൗണ്ട് എത്രയാണ്? 14,000. ഓക്കെ. ഇനി അതിനുശേഷം എന്താണ്? നമുക്ക് ഓരോ എൻട്രി ആയിട്ട് നോക്കാം. നമ്മൾ എഴുതിയ ഫസ്റ്റ് എൻട്രി എന്താണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ അത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. എമൗണ്ട് 1,03,000. അപ്പൊ എങ്ങനെ വരും? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എമൗണ്ട് 1,03,000. അടുത്ത എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ അത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അതും എങ്ങനെയാണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എമൗണ്ട് 1,74,000. ഇനി അടുത്ത എന്താണ്? അടുത്ത വന്നിരിക്കുന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അത് ഇതിൽ വരുമോ? ഇല്ല. ഇനി അടുത്ത് നോക്കിയേ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ അതെങ്ങനെ വരും?
ക്രെഡിറ്റ് സൈഡിൽ വരും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ് വരുന്നത്? 10,800. അടുത്ത എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ ഇവിടെ വരും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2000. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് നമ്മളുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല, കാരണം അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അടുത്ത് നോക്കിക്കേ, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ഈ അസറ്റ് എല്ലാം ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് എന്താണ്? ബ്രാഞ്ച് ക്യാഷ്. ബ്രാഞ്ച് ക്യാഷ് എത്രയാണ്? 8,000. അത് കഴിഞ്ഞിട്ട് എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റർ. ബ്രാഞ്ച് ഡെപ്റ്റർ 25,000. അടുത്ത എന്താണ്? ബ്രാഞ്ച് ബിൽ റിസീവബിൾ. ബ്രാഞ്ച് ബിൽസ് റിസീവബിൾ 13,000. ദെൻ അടുത്ത എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക്. ബ്രാഞ്ച് സ്റ്റോക്ക് 22,000. അടുത്ത എന്താണ്? ബ്രാഞ്ച് ഫർണിച്ചർ 18,000. ബ്രാഞ്ച് ഫർണിച്ചർ 18,000. അപ്പൊ അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി എന്താണ്? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി 2 എണ്ണേ ഉള്ളൂ, അത് ഡെബിറ്റ് സൈഡിൽ വരും. എന്തൊക്കെയാണ്? ബ്രാഞ്ച് സൺട്രി ക്രെഡിറ്റർ. എമൗണ്ട് എത്രയാണ്? 13,000. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 800. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 800. ഇനി എന്താ ഉള്ളത്? ലാസ്റ്റ് എൻട്രി എന്താണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും. ഇത് ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്. അപ്പൊ എൻട്രി എന്തായിരുന്നു? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. അപ്പൊ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. എഴുതാം. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എത്രയായിരുന്നു? 1000. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 3000. ഇത് ടോട്ടൽ ചെയ്യുമ്പം 2 സൈഡും ടാലി ആവണം. അപ്പം നമുക്ക് ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,03,800. ഓക്കെ, 2,03,800. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതെല്ലാം എങ്ങോട്ട് മാറ്റി? നമ്മളുടെ ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് മാറ്റി. അത് ഇൻകോർപ്പറേഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ആയപ്പോൾ നമ്മളുടെ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്നുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. നമുക്കിനി അടുത്ത മൊഡ്യൂളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.